ഒന്നും രണ്ടും ഒന്നല്ല, നൂറുകണക്കിന് ഹമാസ് പോരാളികൾ ആയുധങ്ങളേന്തി അവിടെ നിൽക്കുന്നതും അവരെ ജനങ്ങൾ ആഘോഷപൂർവ്വം സ്വീകരിക്കുന്നതും അവരുടെ അകമ്പടിയോടുകൂടി ഈ ബന്ദികളെ കൈമാറുന്നതുമാണ് നമ്മൾ കണ്ടത്. പൂർണ്ണ ആരോഗ്യവതികളായി. അതുപോലെ ദുര്യോധനം കൂടി ഇരുന്നിട്ട് ചൂത് കളിച്ചപ്പോൾ അതവർ പണിയെടുക്കലായിരുന്നു. അത് വിനോദമായിരുന്നു. എന്തായിരുന്നു അത്? അപ്പോൾ ഇതുപോലുള്ള വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ ചൂഷണം പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് സാമ്രാജ്യത്വ ശക്തികളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ദല്ലാൾ കുട്ടികളെയും സേവിക്കുന്ന രീതിയിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു തീവ്ര ശ്രമമാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. പുതിയ തൊഴിൽ നിയമത്തിൽ അതിന് ഇടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തമ്മിലുള്ള അകൽച്ച എങ്ങനെ മുതലെടുക്കാൻ കഴിയും എന്നതാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ശ്രമം. ഇവരാരെങ്കിലും ഒന്നിച്ചിരുന്ന് വ്യായാമം ചെയ്യുമ്പോൾ തകരുന്നൊക്കെ പറയുന്നത് ആ ഒരു വിവരക്കേടാണ്. എങ്ങനെയെങ്കിലും തങ്ങളുടെ ഒരു യാഥാസ്ഥികമായിട്ടുള്ളൊരു പിടിമുറുക്കണം എന്നുള്ള താല്പര്യത്തിൽ നിന്ന് വരുന്നൊരു വിഷയം മാത്രമാണ്. നേരും നിറവും പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് ലോകതലത്തിൽ ശ്രദ്ധേയമായി മുളച്ചു നിൽക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഗാസ യുദ്ധത്തിലെ വെടിനിർത്തലാണ്. പലസ്തീൻ വിമോചന യുദ്ധത്തിലൊരു വെടിനിർത്തലെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു വശത്ത് ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കെ തന്നെ വെസ്റ്റ് ബാങ്കിൽ, പലസ്തീൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നെ കിടക്കാം. ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, അമേരിക്കയിൽ ട്രംപ് പ്രസിഡൻ്റായി അധികാരം ഏറ്റെടുത്തിരിക്കുന്നതാണ്. അതിനെ തുടർന്നുണ്ടായിട്ട് നയപരമായ പ്രഖ്യാപനങ്ങളും മറ്റൊക്കെ. ഇന്നത്തെ പ്രഭാഷണത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല. കാരണം എന്തൊക്കെയാണ് കൃത്യമായിട്ടും ട്രംപിൻ്റെ നയങ്ങൾ, അത് US സമൂഹത്തിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ എന്ത് തരത്തിലുള്ള ധ്രുവീകരണങ്ങളും ചലനങ്ങളുമാണ് സൃഷ്ടിക്കുന്നത്, ആഗോളതലത്തിൽ എന്താണ് അതിൻ്റെ ഇപ്പോൾ എന്താ പറയുക പ്രത്യാഘാതങ്ങൾ എന്നീ വിഷയങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങൾ അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ഗസയെ സംബന്ധിച്ചിടത്തോളം 15 മാസത്തെ നരഹത്യക്കടുത്ത് അവസാനം ഉണ്ടായിരിക്കണം താൽക്കാലികമായിട്ട്. അവിടെയുള്ള കെട്ടിടങ്ങളിൽ 88% തകർത്തിരിക്കുന്നു ഇസ്രായേലി സയനിസ്റ്റുകളുടെ ബോംബാക്രമണത്തിൽ. രണ്ടാം ലോക യുദ്ധത്തിൽ പ്രയോഗിച്ച, ഉദാഹരണത്തിന് നാസി ജർമ്മനി ബ്രിട്ടനെതിരെ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ബ്രിട്ടനും അമേരിക്കയും എല്ലാം ചേർന്ന് നാസി ജർമ്മനിയിൽ നടത്തിയ ബോംബാക്രമണങ്ങളൊക്കെ കവച്ചു നിൽക്കുന്ന തോതിലാണ് ഈ ചെറിയൊരു പ്രദേശത്ത് ഈ 15 മാസം അവർ ബോംബാക്രമണം നടത്തി. ഏതാണ്ട് നിരത്തിയിരിക്കുകയാണ്. പടങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാം. ഒരു ശ്മശാന ഭൂമിയാക്കി അതിനെ മാറ്റിയിരിക്കുകയാണ്. 90% വീടുകളും തകർന്നിരിക്കുന്നു. 47,000 ആൾക്കാർ ഔദ്യോഗികമായിട്ട് കൊല്ലപ്പെട്ടതായിട്ട് കണക്കിലാക്കിയിരിക്കുന്നു. അതിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യുദ്ധവിരാമം വന്നതിന് ശേഷം കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളെന്നൊക്കെ തന്നെ ശരീരങ്ങളുടെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ദിവസം തന്നെ റാഫയിൽ 97 100 മറ്റോ ശവശരീരങ്ങളാണ് അങ്ങനെ കണ്ടെത്തിയത്. അപ്പോൾ അത് മൊത്തം ഗസയിൽ എത്രയായിരിക്കും ഊഹിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര പ്രസിദ്ധീകരണമായിട്ടുള്ള ലാൻസെറ്റ് ഏതാണ്ട് അന്ന് അവർ കണക്കാക്കിയത് 70,000-ഓളം ആൾക്കാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ്. അതിനുശേഷം കുറേ മാസങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് 80,000-നും 1,00,000-നും ഇടയിലാകാനാണ് സാധ്യത എന്ന് പറയാം. ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ ഏതാണ്ട് 70% സ്ത്രീകളും കുട്ടികളുമാണ്. ഹമാസിനെ തകർക്കാനായിട്ടാണ് ഈ ബോംബാക്രമണം, അവരുടെ സൈനിക നടപടി എന്നൊക്കെയാണ് സയനിസ്റ്റുകൾ അവകാശപ്പെട്ടിരുന്നതെങ്കിലും കൊല്ലപ്പെട്ടതിൽ 90%, 70% സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ള വസ്തുതയിൽ നിന്ന് തന്നെ അത് അത്തരത്തിലുള്ളൊരു സൈനിക നടപടി ആയിരുന്നില്ല, നരഹത്യ ആയിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്.
ഏറെക്കുറെ സാർവദേശീയ തലത്തിൽ തന്നെ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതയായിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ ഗസയിലെ ജനങ്ങളിൽ 2/3 ഭാഗത്തിനും അവരുടെ താമസ ഇടങ്ങൾ വിട്ട് പോകാൻ നിർബന്ധിതമായിരുന്നു. അപ്പോൾ ഇത്രയും ഭീകരമായൊരു ആക്രമണം 15 മാസമായിട്ട് അവിടെ നരഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ 15 മാസത്തിന് ശേഷം യുദ്ധവിരാമം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താണെന്ന് ഓർത്ത് നോക്കണം. ആ 3 ഇസ്രായേലി ബന്ദികളെ വിമോചിപ്പിക്കുന്ന രംഗത്ത്, റെഡ് ക്രോസിന് അവരെ കൈമാറുന്ന രംഗത്ത് സയനിസ്റ്റുകൾ കുഴിച്ചു മൂടിയെന്ന് അവകാശപ്പെട്ട വടക്കൻ ഗസയിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടുന്ന ഹമാസിൻ്റെ പോരാളികളുടെ അകമ്പടിയോടുകൂടിയാണ് നടക്കുന്നത്. 1 2 ഒന്നല്ല, 100 കണക്കിന് ഹമാസ് പോരാളികൾ ആയുധങ്ങളേന്തി അവിടെ നിൽക്കുന്നതും അവരെ ജനങ്ങൾ ആഘോഷപൂർവ്വം സ്വീകരിക്കുന്നതും അവരുടെ അകമ്പടിയോടുകൂടി ഈ ബന്ദികളെ കൈമാറുന്നതുമാണ് നമ്മൾ കണ്ടത്. പൂർണ്ണ ആരോഗ്യവതികളായി കൈമാറുന്ന ഉടനെ തന്നെ അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുമെന്നൊക്കെയാണ് സയനിസ്റ്റുകൾ ആദ്യം അവകാശപ്പെട്ടിരുന്നതെങ്കിലും അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ആശുപത്രി അധികാരികൾ തന്നെ, സൈനിക ആശുപത്രിയുടെ അധികാരികൾ തന്നെ അങ്ങനെയൊരു അവസ്ഥയില്ല, അവർ പൂർണ്ണ ആരോഗ്യവതികളാണ്, അപ്പോൾ അതുകൊണ്ട് കുടുംബാംഗങ്ങളായിട്ട് അവർക്ക് ഇടകലരാനായിട്ടുള്ള പൂർണ്ണ അവസരം കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കി വൈദ്യപരിശോധനയിലേക്ക് കടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതേ സമയം തന്നെ 90 ഫലസ്തീനുകളെ സയനിസ്റ്റുകളുടെ തടവറയിൽ നിന്ന് വിട്ടയക്കുകയുണ്ടായി. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന സംഘത്തെ, പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ അടങ്ങുന്ന സംഘത്തെ. അങ്ങേയറ്റം ദയനീയമായ അവസ്ഥയിലായിരുന്നു അവർ മടങ്ങിയെത്തിയത്. പൂർണ്ണ ആരോഗ്യവതികളായി പോയവർ വളരെയേറെ ശോഷിച്ച ശരീരത്തോടു കൂടി, നരച്ച തലയോടുകൂടി മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവസാന ദിവസം പോലും, ഇവരെ വിട്ടയക്കുന്ന ദിവസം പോലും അങ്ങേയറ്റം മൃഗീയമായ രീതിയിലാണ് സയനിസ്റ്റ് കാവൽക്കാർ തങ്ങളോട് പെരുമാറിയത് എന്നവർ വിശദമായി വിവരിക്കുന്നുണ്ട്. തടവിൽ കഴിഞ്ഞ സമയത്ത് അവർ അനുഭവിക്കേണ്ട ദുരിതങ്ങളെ കൂടാതെ. അപ്പോൾ ഈ 2 കാഴ്ചകൾ, ഒരു വശത്ത് ഭീകരവാദി, നരഭോജി എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്ന ഫലസ്തീനിലെ വിമോചന പോരാളികൾ അവർ ബന്ദികളാക്കിയവരോട് എങ്ങനെ പെരുമാറിയിരുന്നുവെന്നും, നേരെ മറിച്ച് ജനാധിപത്യ ഭരണകൂടമെന്ന് അവകാശപ്പെടുന്ന സയനിസ്റ്റുകൾ അവർ ബന്ദികളാക്കിയവരോട് എങ്ങനെ പെരുമാറിയിൽ നിന്ന് തന്നെ ഈ 2 കൂട്ടരുടെയും ഈ 2 വിഭാഗങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സയനിസ്റ്റുകൾ ഒക്ടോബർ 7 ശേഷം ഗസയ്ക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രഖ്യാപിച്ച 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഹമാസിനെയും അതുപോലെ തന്നെ ഫലസ്തീനിലെ സായുധ സംഘങ്ങളെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും തുടച്ച് മാറ്റുക, നശിപ്പിച്ച് കളയുക പൂർണ്ണമായിട്ട്, ഒരു പൊടി പോലും ബാക്കിയില്ലാത്ത രീതിയിൽ. 2, തടവിലാക്കപ്പെട്ടവരെ, അതായത് ഈ ഒക്ടോബർ 7 കടന്നാക്രമണത്തിന് ശേഷം പിടിച്ചു കൊണ്ടുപോയ ഇസ്രായേലുകളെ വിമോചിപ്പിക്കുക. ഈ 2 കാര്യത്തിലും അതിൻ്റെ പൂർണ്ണ പരാജയമാണ് സംഭവിച്ചത്. ഇന്ന് ഇസ്രായേലിലെ പത്രമാധ്യമങ്ങളിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്, തുറന്ന് സമ്മതിക്കുന്നുണ്ട് അവർ. ഒരു പരാജയമായിരുന്നു. ആദ്യമായിട്ടാണ് ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അവിടുത്തെ മുൻ സൈനിക തലവന്മാരായിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. കാരണം ആ പറഞ്ഞ 2 യുദ്ധലക്ഷ്യങ്ങളും അതിനെ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഈ യുദ്ധവിരാമം അംഗീകരിക്കാൻ നിർബന്ധിതമായി സയനിസ്റ്റ് ഭരണകൂടം. ബൈഡൻ പറയുന്നത് പോലെ വാസ്തവത്തിൽ ആ യുദ്ധവിരാമം, ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന യുദ്ധവിരാമം കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ തന്നെ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ അന്ന് അംഗീകരിക്കാതിരുന്ന കാര്യം പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും അംഗീകരിച്ചത്? പലരും എടുത്ത് പറയുന്നത് ട്രംപിൻ്റെ നിർബന്ധമാണ്. ട്രംപ് വാശിയോടുകൂടി അത് നടപ്പാക്കിയേ പറ്റുമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴത്തേക്കും നെതന്യാഹു അതിന് വഴങ്ങേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊരു ഘടകമാണെങ്കിലും പ്രധാന ഘടകം അതല്ല. പ്രധാന ഘടകം
തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ നേടുന്നതിൽ തങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും സയനിസ്റ്റുകൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അതടുത്തങ്ങ് നടക്കാനും പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പോൾ ഈ യുദ്ധവിരാമം നടപ്പിലാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരാഴ്ചയോ 2 ആഴ്ചയോ മുമ്പ് ഇസ്രയേലിലെ പല പ്രമുഖ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത് വടക്കൻ ഗസയിൽ നീണ്ട 2 മാസത്തിലേറെയായിട്ട് സയനിസ്റ്റ് പട്ടാളം പൂർണ്ണമായി വളച്ചു കെട്ടി നിർത്തിയിരുന്ന, എല്ലാ വിധത്തിലുള്ള നിയന്ത്രണങ്ങളും സ്ഥാപിച്ചിരുന്ന വടക്കൻ ഗസയിൽ ഹമാസ് അതിന് നഷ്ടപ്പെട്ട പോരാളികളെ ഏറെക്കുറെ അത്ര തന്നെ എണ്ണത്തിൽ വീണ്ടെടുത്തിരിക്കുന്നു. യാഹ്യ സിനവാറിൻ്റെ അനിയനാണ് ഇപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത്. വളരെ സജീവമായി തന്നെ ചെറുത്തുനിൽപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. പിന്നീട് അന്നത്തെ അമേരിക്കൻ വിദേശകാര്യമന്ത്രിയായിരുന്ന ആൻ്റണി ബ്ലിങ്കൻ ഒരു പത്രസമ്മേളനത്തിൽ തുറന്നത് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് അവസ്ഥ എന്നും അതുകൊണ്ട് തന്നെ നീണ്ടു നിൽക്കുന്ന ഒരു ഒളിപ്പോർ യുദ്ധമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തിരിച്ചറിവാണ് യുദ്ധവിരാമത്തിന് അടിയന്തരമായി ആവശ്യമാക്കി തീർക്കുന്ന ആൻ്റണി ബ്ലിങ്കൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി, മന്ത്രി തന്നെ പരസ്യമായിട്ട് തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ചില കണക്കുകൾ നോക്കുവാണെങ്കിൽ ഈ അവസാന നാളുകളിൽ, അതായത് ജനുവരി മാസത്തിൽ ജനുവരി 15-ാം തീയതി വരെ 30ഓളം സയനിസ്റ്റ് പട്ടാളക്കാരെയാണ് ഫലസ്തീൻ ഒളിപ്പോരാളികൾ വധിച്ചത്. അതിൻ്റെ ഇരട്ടിയോളം ആൾക്കാരെ മാരകമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ നിരവധി ടാങ്കുകൾ തകർത്തിട്ടുണ്ട്. അതായത് ഈ ജനുവരി മാസത്തിൽ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളുടെ 15 ദിവസത്തെ കണക്കാണ് ഈ പറയുന്നത്. പൂർണ്ണമായിട്ടും അവർ കൈയടക്കി നിർത്തിയിരിക്കുന്നു, എല്ലാം തകർത്തിരിക്കുന്നു, അവരുടെ തുരങ്കങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന അതേ പ്രദേശത്താണ് ഇതൊക്കെ സംഭവിച്ചതെന്നുള്ളത് ഇന്ന് തന്നെ എന്ത് തരത്തിലുള്ള ഒരു ആഘാതമാണ് സയനിസ്റ്റ് പട്ടാളത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അത് യുദ്ധവിരാമത്തിന് തയ്യാറായത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യത്തിൽ മെയ് മാസത്തിൽ പിന്നെ എന്തുകൊണ്ട് നടന്നില്ല അത്? ഒരു പക്ഷേ ഹമാസിൻ്റെ തലവനായിട്ടുള്ള ഇസ്മയിൽ ഹനിയെയും അതുപോലെ തന്നെ ലെബനനിലെ ഹെസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഹസൻ നസ്രയേലിനെയും വധിക്കാനായിട്ടുള്ള സയനിസ്റ്റുകളുടെ പദ്ധതി അവർക്ക് വിജയപൂർവ്വം നടപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും തരം സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം തൽക്കാലം കാത്തു നിൽക്കൂ. അത് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഈ ചെറുത്തുനിൽപ്പ് പൊളിയും, അതോടുകൂടി ഈ യുദ്ധലക്ഷ്യങ്ങൾ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കൂട്ടൽ സയനിസ്റ്റ് ഭരണകൂടത്തിനും അതിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളും സാമ്രാജ്യത്വ ശക്തികളും ഒരുപക്ഷെ വകവെച്ച് കൊടുത്തിട്ടുണ്ടാകാം. അത് സംഭവിച്ചു. അങ്ങനെ അവരൊക്കെ തന്നെ വധിക്കാൻ അവർ വിജയിച്ചു. ലെബനനിൽ ഒടുവിൽ ഒരു വെടിനിർത്തൽ കരാർ നടപ്പാക്കിയെടുത്തു. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പിന് തകർക്കാനായിട്ട്, അവസാനിപ്പിക്കാനായിട്ട്, അതിനെ പിന്തിരിപ്പിക്കാനായിട്ട് അതിന് കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ജനങ്ങളായിട്ട് അഭേദ്യമായൊരു ബന്ധം ഉള്ളൊരു സായുധ ശക്തിയെ, മാവോക്ക് സൂചിപ്പിക്കുന്നത് പോലെ വെള്ളത്തിലെ മത്സ്യത്തെ പോലെ കഴിയുന്നൊരു ശക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ചരിത്ര പാഠം തന്നെയാണ് ഫലസ്തീൻ അനുഭവങ്ങൾ വീണ്ടും നമ്മളെ കാണിച്ചു തരുന്നത്. ഹമാസ് എന്ന് പറയുന്ന ഒരു ആശയമാണ്, അതിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് സയനിസ്റ്റ് സൈന്യത്തിൻ്റെ ഒരു തലവൻ തന്നെ അതിന് മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, കുറച്ച് നാൾ മുമ്പ് പറഞ്ഞതാണ്. ഈ യുദ്ധവിരാമത്തിനെക്കുറിച്ച് മെയ് മാസത്തിൽ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് അതങ്ങനെ തന്നെയാണ് എന്നും ഫലസ്തീൻ ജനങ്ങളുടെ ആത്മധൈര്യത്തെ, സാധാരണ ജനങ്ങളുടെ, സായുധ പോരാളികളുടെ അല്ല, സാധാരണ ജനങ്ങളുടെ ആത്മധൈര്യത്തിന് അല്പം പോലും സ്പർശിക്കാനായിട്ട്, അതിലിടിവുണ്ടാക്കാനായിട്ട് ഈ നരഹത്യ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ധാരാളം അനുഭവങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ടി വിയിലൊക്കെ വരുന്ന ചില ദൃശ്യങ്ങൾ, ഈ ബോംബിട്ട് തകർത്തിരിക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ തങ്ങൾ നട്ടു വളർത്തിയ ചെടികളെ നനയ്ക്കാൻ പോകുന്ന ആൾക്കാർ, ഒന്ന് ആലോചിച്ച് നോക്കണം. ചുറ്റും നരഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്, ബോംബാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയം തലയിൽ ബോംബൊന്ന് വീഴാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന IDF പട്ടാളക്കാരൻ്റെ വെടിയേറ്റ് ചാകാം.
പക്ഷെ അതൊന്നും കൂസാതെ തങ്ങൾ നട്ടു വളർത്തിയ ചെടികളെ നനയ്ക്കാനായിട്ട്, അത് പരിപാലിക്കാനായിട്ട് ആൾക്കാർ പോകുന്നത്. അതുപോലെ തകർന്നു കിടക്കുന്ന ടെറസിൻ്റെ, ചെരിഞ്ഞു കിടക്കുന്ന ആ ടെറസ്, വാർക്ക കെട്ടിടത്തിൻ്റെ ആ ടെറസ് ഉണ്ടല്ലോ, അത് സ്ലൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഊർന്നിറങ്ങുന്ന കുട്ടികൾ, അതിനുവേണ്ടി വരിയായിട്ട് നിൽക്കുന്ന കുട്ടികൾ. ഇതെന്തേ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കിടന്ന് കളിക്കണത്, അപകടമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞങ്ങളുടെ ബാക്കിയുള്ള കളി സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ചില്ല, പിന്നെ ഇതല്ലേ ബാക്കിയുള്ളൂ എന്നാണ് കുട്ടികൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഏത് ദുഷ്കരമായ സാഹചര്യത്തെയും തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട്, തങ്ങളുടെ ഉല്ലാസത്തിനൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ അതിനെ നേരിടാനായിട്ട്, കൈകാര്യം ചെയ്യാനായിട്ടുള്ള ആ മാനസികാവസ്ഥ, കൊച്ചു കുട്ടികൾ മുതലുള്ള ആ മാനസികാവസ്ഥ, ആത്മവീര്യം തന്നെയാണ് ആ സായുധ ശക്തികൾക്ക്, ഫലസ്തീൻ വിമോചന പോരാളികൾക്ക് ബലം നൽകിയത്. ആ ചെറുത്തിൽ അവർക്ക് കുറച്ച് നിൽക്കാൻ കഴിയും. പിന്നെ അവരുടെ ആസൂത്രണവും തയ്യാറെടുപ്പൊക്കെ തീർച്ചയായിട്ടും അതിലൊരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇത്രയും നീണ്ടു നിൽക്കുന്ന കാലം പിടിച്ചു നിൽക്കാൻ അവർ കഴിയുമായിരുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ട്രംപ് എന്തിനാണ് ഇപ്പോൾ തിരക്ക് കൂട്ടിയിരിക്കുന്നത്, ഉടനടി നിർത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ട്രംപ് വാശി പിടിക്കുന്നതിൻ്റെ കാര്യം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് അത് ഫലസ്തീൻ്റെ അപ്പുറം ആഗോളതലത്തിൽ ഉള്ളൊരു വിഷയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് അവരത് കാണുന്നതെന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കൻ ഭരണവർഗ്ഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൈനയാണ് പ്രധാന വിഷയം. ചൈനീസ് സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ച, അതിൻ്റെ വൻശക്തിയായിട്ട് അതിൻ്റെ രൂപാന്തരീകരണം, അതിൻ്റെ സൈനിക ശക്തി, അതിൻ്റെ എന്താ പറയുക സാങ്കേതിക മികവ്, ഇതെല്ലാം തന്നെ വലിയൊരു ഭീഷണിയാണ്. ഇതിനെങ്ങനെ നേരിടും, ഇതിനെ എങ്ങനെ പരാജയപ്പെടുത്തും, തിരിച്ച് അമേരിക്കയുടെ ആധിപത്യം എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും, ഉറപ്പിക്കാൻ കഴിയും, വീണ്ടെടുക്കലല്ല ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രശ്നം തന്നെയാണ് അമേരിക്കൻ ഭരണവർഗ്ഗങ്ങളുടെ മുമ്പിലുള്ള വിഷയം. ആ വിഷയത്തിൽ ഏകമാത്രമായ കേന്ദ്രീകരണമാണ് ട്രംപിൻ്റെ സവിശേഷത. ബൈഡൻ ഇത് പറയുന്നുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് യുക്രൈൻ യുദ്ധം, ആ യുദ്ധം, ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് പലയിടത്തും കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഫലമായി ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നൊരു ധാരണ അമേരിക്കൻ ഭരണവർഗ്ഗങ്ങൾക്കിടയിൽ വികസിച്ച് വന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ട്രംപിന് പൂർണ്ണ പിന്തുണ നൽകി ട്രംപിന് അധികാരത്തിലേറ്റുന്നത്. ഇപ്പോൾ ഫലസ്തീൻ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ചൈനയുടെ ഇടപെടലുണ്ടായിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ മറ്റൊരു തരത്തിൽ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. നയതന്ത്രപരമായ തലത്തിൽ ഒന്ന്, സൗദി അറേബ്യയും ഇറാനും തമ്മിലുണ്ടാക്കിയ ധാരണ, ശത്രുതാപരമായി നിന്നിരുന്ന ബന്ധത്തിനെ മാറ്റി പരസ്പര ധാരണയുള്ളൊരു ബന്ധമാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞതും സൈനിക തലത്തിൽ പോലുള്ള സഹകരണങ്ങൾ അതിലൂടെ സാധ്യമായതാണ് ഒരു കാര്യം. ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കൻ ഭരണവർഗ്ഗങ്ങളുടെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിലൊരു പ്രധാന ഇനം. അതിന് ബദലായിട്ട് സൗദിയെ മറ്റേ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത് ഒരു വിള്ളലാണ് അവിടെ കാണുന്നത്. പൂർണ്ണമായിട്ട് അത് പൊളിഞ്ഞു എന്നുള്ളതല്ല, പക്ഷെ ഒരു വിള്ളലാണത് കാണിക്കുന്നത്. ഒരു വശത്ത് അത്, മറുവശത്ത് ഫലസ്തീനിലെ പോരാടുന്ന എല്ലാ സംഘടനകളെയും അവരുടെ പ്രതിനിധികളെ ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബെയ്ജിങ്ങിൽ വെച്ച് നടത്തുന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനായിട്ടും അവിടെ വച്ച് ഗസയിലെയും പലസ്തീനിലെയും ഭാവി ഭരണത്തെക്കുറിച്ച് ഒരു പ്രഖ്യാപനം, ഒരു ദേശീയ ഐക്യ സർക്കാരാണ് രൂപം കൊള്ളുക്കേണ്ടത്, അതിലെല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാകണം, എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ സംഘടനകൾക്കും പങ്കാളിത്തം ഉണ്ടാകണമെന്ന തരത്തിലുള്ളൊരു പ്രഖ്യാപനം, ബെയ്ജിങ് പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത് അംഗീകരിച്ചതും ഒരു സവിശേഷതയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചൈനയുടെ നയതന്ത്ര ഇടപെടലിലൂടെ. അപ്പോൾ ആ രീതിയിൽ പശ്ചിമേഷ്യയിൽ ചൈന ഒരു സാന്നിധ്യം ഉറപ്പിക്കുന്നതിൻ്റെ പ്രശ്നം ട്രംപ് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തിരക്കിട്ട് ഈ കരാർ നടപ്പാക്കാനും യുദ്ധവിരാമം നടപ്പാക്കാനും അതിൻ്റെ പിൻബലത്തിൽ സൗദി അറേബ്യയും വീണ്ടും ഇസ്രായേലുമായിട്ടുള്ള ചങ്ങാത്തം ഉണ്ടാക്കാനായിട്ട്, ബന്ധം സുഗമമാക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് തള്ളിവിടാനായിട്ട് കഴിയുമെന്നുള്ളൊരു കണക്കൂട്ടലിൽ ട്രംപ് നീങ്ങിയിട്ടുണ്ടാവും. തിരിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അത് സയനിസ്റ്റ് പദ്ധതിയെ കൈയൊഴിഞ്ഞുകൊണ്ടല്ല, സാമ്രാജ്യത്വത്തിൻ്റെ ഒരു എന്താ പറയുക കാവൽ നായയായിട്ട് ഊട്ടി വളർത്തിയ സയനിസ്റ്റുകളെ കൈയൊഴിഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പശ്ചിമ ബാങ്കിൽ, വെസ്റ്റ് ബാങ്കിൽ ഈ സയനിസ്റ്റ് കയ്യേറ്റക്കാർ ഫലസ്തീൻ ഗ്രാമങ്ങളെ ആക്രമിച്ച് തുരുത്തുന്ന, ബലം പ്രയോഗിച്ച് തുരുത്തുകയും അവരുടെ സ്വത്തും ഭൂമിയൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവരുടെ മേൽ നേരത്തെ ബൈഡൻ ഭരണം പ്രഖ്യാപിച്ച വിലക്കുകളെ നീക്കിക്കൊണ്ട് അതിന് പച്ചക്കൊടി കാട്ടുന്നൊരു സമീപനത്തിൽ ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒട്ടുമിക്കവാറും സിറിയയിൽ സയനിസ്റ്റുകൾ നടത്തിയിരിക്കുന്ന കടന്നാക്രമണങ്ങൾ,
അതിക്രമങ്ങൾ, ഭൂമി കയ്യേറി നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾ, ഗോളാൻ കുന്നിൻ്റെ കാര്യം നേരത്തെ തന്നെ അംഗീകരിച്ചു കൊടുത്തു. അതല്ലാതെ ഇപ്പോൾ അസാദ് വീഴുന്നതിന് ശേഷം അവിടെ ഒരു സൈനിക ഇടപെടലിലൂടെ അവർ കുറേയധികം ഭൂമിയിൽ കയ്യേറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലുള്ള സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാനും വെസ്റ്റ് ബാങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള സയനിസ്റ്റ് കുടിയേറ്റക്കാരുടെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ളത് പച്ചക്കൊടി കാട്ടാനും ഒക്കെ ആയിട്ട് ട്രംപ് ഭരണം മിക്കവാറും സന്നദ്ധമായിട്ടുണ്ടാകാം. അതായിരിക്കാം ഇസ്രയേലുള്ള കടുത്ത സയനിസ്റ്റ് പക്ഷക്കാരെ സമാധാനിപ്പിക്കാനായിട്ട്, അനുരഞ്ജിപ്പിക്കാനായിട്ട് നൽകിയിട്ടുണ്ടാകാവുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഫലസ്തീനിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഈ യുദ്ധത്തിൻ്റെ എടുത്തു നിൽക്കുന്ന കാര്യം എന്താണ്? ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതുപോലെ ജനങ്ങളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഉള്ള ഒരു സായുധ ശക്തിയെ, ഒരു പോരാടുന്ന സായുധ ശക്തിയെ ഇല്ലാതാക്കാൻ കഴിയില്ല. ആ പോരാട്ടത്തിന് ഇല്ലാതാക്കാൻ കഴിയില്ല. ന്യായമായൊരു കാര്യത്തിന് വേണ്ടിയുള്ള ഏതൊരു പോരാട്ടവും അന്തിമമായിട്ട് വിജയത്തിൽ എത്തിച്ചേരുമെന്നുള്ളതിൻ്റെ വീണ്ടും ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ഗസ യുദ്ധം. 2, ഏറ്റവും വികസിതമായ സാങ്കേതിക വിദ്യയെ പോലും സാധാരണ ആയുധങ്ങളും സാധാരണ ജനങ്ങൾക്കും നേരിടാനും പരാജയപ്പെടുത്താനും കഴിയുമെന്നുള്ളത് ഈ യുദ്ധം ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട്. 3, ആധുനിക സാങ്കേതിക വിദ്യയുടെ പല കാര്യങ്ങളും, ഇപ്പോൾ മിസൈൽ ടെക്നോളജി പോലുള്ള കാര്യങ്ങൾ, സാങ്കേതിക വിദ്യ പോലുള്ള കാര്യങ്ങൾ സ്വായത്തമാക്കാനും സ്വന്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആക്രമണം കഴിച്ചുവിടാനും ഒരു ചെറിയ ശക്തിക്കും കഴിയും എന്നതും കൂടി യുദ്ധം തെളിയിക്കുന്നുണ്ട്. അത് ഫലസ്തീനിൽ മാത്രമല്ല, യമനുകൾ ചെങ്കടലിലൊക്കെ തന്നെ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങളും അതാണ് കാണിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൊണ്ട് പണിതിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പലുകൾക്ക് അവിടുന്ന് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സാധാരണ ഡ്രോണുകളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, അതുകൊണ്ട് നാശനഷ്ടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് യുദ്ധവാഹിനി കപ്പലുകൾ, അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പലുകൾ ആ പ്രദേശത്ത് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സയനിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടൊരു പരാജയം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഒറ്റപ്പെട്ടിട്ടുണ്ട് ലോകതലത്തിൽ. ഇപ്പോൾ സൈനികമായൊരു പരാജയം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായി കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലാണ്. ലബനനുമായിട്ടുള്ള യുദ്ധവിരാമം ഉണ്ടാക്കിയെങ്കിലും തിരിച്ച് അങ്ങോട്ട് വടക്കൻ പ്രദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് സയനിസ്റ്റ് കുടിയേറ്റക്കാർ സന്നദ്ധമാകുന്നില്ല എന്നതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ആഭ്യന്തരമായിട്ട് ശക്തമായ രാഷ്ട്രീയ ധ്രുവീകരണം ഒന്നുകൂടി വളർന്നു വരുന്നുണ്ട്. ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു സൈനിക ശക്തിയാണ് എന്നുള്ള പശ്ചിമേഷ്യയിൽ അതുണ്ടാക്കിയിരിക്കുന്ന ധാരണ, അതിൻ്റെ ഉയർന്ന സാങ്കേതിക വിദ്യയും മറ്റതിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മവീര്യം കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. സൈന്യത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് അല്ലെങ്കിൽ സൈനിക സേവനത്തിൽ പങ്കാളിയാകാനായിട്ട് പലരും വിസമ്മതിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചുരുക്കത്തിൽ സൈനികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാ അർത്ഥത്തിലും സയനിസ്റ്റ് ഭരണകൂടത്തിന് ശക്തമായൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പാലസ്തീൻ്റെ ഭാവിയെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമത്. വലിയ താമസമില്ലാതെ, വലിയ താമസം ഉടനെ അടുത്ത വർഷമോ പറ്റുന്ന അങ്ങനെ അർത്ഥത്തിലല്ല, പക്ഷേ വലിയ താമസമില്ലാതെ സയനിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വേറിട്ട് നിൽക്കുന്ന ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഭരണകൂടം രാജ്യം രൂപം കൊള്ളും. കുറേ ചെറിയൊരു ഭൂപ്രദേശത്തായിട്ട് ഒതുങ്ങി നിൽക്കുന്നതായാലും അങ്ങനെ ഒരു ഭരണകൂടം ഉയർന്നു വരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ വിമോചിതമായൊരു പ്രദേശമായിട്ട് മാറാൻ പോകുന്നില്ല. സാമ്രാജ്യത്വ ബന്ധങ്ങളിൽ നിന്നൊക്കെ വിമോചിതമായിട്ടുള്ള പ്രദേശമായിട്ട് മാറാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഈ ഗസയുടെ പുനർനിർമ്മാണത്തിൻ്റെ പേരിൽ എല്ലാ സാമ്രാജ്യത്വ കഴുകന്മാരും ചാടി വീഴും അവിടെ. കാരണം വലിയൊരു ബിസിനസ്സാണുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കാൻ പോകുന്നുണ്ട്. പുതിയതായിട്ടുള്ള അവിടെയുള്ള അവശിഷ്ടങ്ങളെ നീക്കം ചെയ്യലും അതുപോലെ തന്നെ പുതിയത് കെട്ടിപ്പടുക്കലും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും അവിടെ വരാൻ പോകുന്ന ഈ പറയുന്ന ദേശീയ ഐക്യ സർക്കാരും വരാൻ പോകുന്നത്. പക്ഷെ എന്നാലും സയനിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഭരണകൂടം അവിടെ രൂപം കൊള്ളുന്നുള്ള ഉറപ്പാണ്. അത് പുതിയൊരു സാഹചര്യം ഫലസ്തീൻ വിമോചന യുദ്ധത്തിൽ സൃഷ്ടിക്കുമെന്നുള്ളത് പുതിയൊരു ധ്രുവീകരണവും രാഷ്ട്രീയ തിരിച്ചറിവുകളിലേക്ക് അത് നയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്നിപ്പോൾ സയനിസ്റ്റുകളുടെ ചട്ടുകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പഴയ PLOയുടെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ ഫലസ്തീൻ അതോറിറ്റി എന്നുള്ള പേരിൽ നിൽക്കുന്നവർ കൃത്യമായിട്ടും ചട്ടുകമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ജനീനിൽ
വെസ്റ്റ് ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ കടന്നാക്രമണത്തിന് മുന്നോടിയായിട്ട് ഈ 48 ദിവസം ആണ് ഈ പലസ്തീൻ അതോറിറ്റിയുടെ സൈനിക വിഭാഗങ്ങൾ അവിടെ വളച്ചിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. ആ ആക്രമണത്തിൽ 3 പേര് കൊല്ലപ്പെട്ടു, 41 ആൾക്കാർ മാരകമായി പരിക്കേറ്റു, 247 പോരാളികളെ അവർ അറസ്റ്റ് ചെയ്തു, നിരവധി ആയുധപ്പുരകൾ റെയ്ഡ് ചെയ്ത് ആയുധങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ അവിടെയുള്ള ചെറുത്തുനിൽപ്പ് ശക്തികളെ കഴിയാവുന്നത്ര രീതിയിൽ ദുർബലമാക്കിയതിൻ്റെ തൊട്ട് പിന്നാലെയാണ് സയനിസ്റ്റ് പട്ടാളം ഇപ്പോൾ അങ്ങോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് അതിൻ്റെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചട്ടുകമായി പ്രവർത്തിച്ചൊരു സംഘത്തിന് ഭാവിയിൽ വരാൻ പോകുന്ന ഈ ഭരണത്തിൽ കാര്യമായൊരു പങ്കുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങേയറ്റം ഒറ്റപ്പെട്ട് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. എന്നാലും പൂർണ്ണമായിട്ടും അതിന് ഇല്ലാതായി എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽപക്കത്തുള്ള അറബ് ഭരണകൂടങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ സാഹചര്യം വളരെ വളരെ ദുർബലമായിട്ടുണ്ട്. പുതുതായിട്ടുണ്ടാകാൻ പോകുന്ന ഒരു ഐക്യ സർക്കാർ, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അത്തരം ഒരു ഐക്യ സർക്കാരിൽ അതിനൊരു പങ്കുണ്ടെങ്കിൽ തന്നെ ചെറിയൊരു പങ്ക് മാത്രമായിരിക്കുന്നത് വ്യക്തമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഫലസ്തീൻ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. വളരെ വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ലോക രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായൊരു സംഭവവികാസം തന്നെയാണ്. ഇനി പറയേണ്ട കാര്യം തൊഴിൽ സമയം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളാണ്. ചർച്ച എന്ന് പറയാൻ കഴിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചില എന്താ പറയുക കുത്തകകളുടെ, ഇവിടുത്തെ ദല്ലാൾ കുത്തകകളുടെ തലവന്മാർ. ആദ്യം തുടങ്ങി വെച്ചത് നാരായണമൂർത്തിയാണ്. 70 മണിക്കൂറാണ് ആഴ്ചയിൽ പണിയെടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച അപ്പോഴും അവധിയായിട്ട് അംഗീകരിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ LNTയുടെ തലവനായിട്ടുള്ള സുബ്രഹ്മണ്യം അത് 90 മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചിട്ട് ഞായറാഴ്ച ഒഴിവിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറയുമ്പോൾ ദിവസേന 12 മണിക്കൂറിലധികം പണി. ശ്രദ്ധേയമായ കാര്യം, ഇതിനെ പിന്തുണച്ച് 2 കൂട്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, സംഘികളുടെ ഹിന്ദി പത്രമായിട്ടുള്ള പാഞ്ചജന്യത്തിൻ്റെ മുൻ പത്രാധിപരായിട്ടുള്ള തരുൺ വിജയ്. 2, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള P. ചിദംബരം. അപ്പോൾ ഈ തരുൺ വിജയ് പറഞ്ഞിരിക്കുന്നത് ഈ അവധി എന്ന് പറയുന്ന കാര്യം നമ്മുടെ സംസ്കാരത്തിലില്ല പോലും, ഭഗവത്ഗീതയിലൊന്നും അതില്ല പോലും. അപ്പോൾ മഹാഭാരതവും രാമായണവും അതുപോലെയുള്ള പുരാണങ്ങളും മറ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ വിനോദത്തെക്കുറിച്ച് പോട്ടെ, മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് അല്ല, അതിനൊരു അടിസ്ഥാനമിട്ട ചൂതുകളി, അത് പണിയെടുക്കലായിരുന്നു അവർ. യുധിഷ്ഠിരനും അതുപോലെ ദുര്യോധനും കൂടി ഇരുന്നിട്ട് ചൂത് കളിച്ചപ്പോൾ അതവർ പണിയെടുക്കലായിരുന്നു. അത് വിനോദമായിരുന്നു. എന്തായിരുന്നു അത്? അപ്പോൾ ഇതുപോലുള്ള വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ ചൂഷണം പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് സാമ്രാജ്യത്വ ശക്തികളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ദല്ലാൾ കുത്തകളെയും സേവിക്കുന്ന രീതിയിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു തീവ്ര ശ്രമമാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കണമെന്ന് കാണാൻ കഴിയും. പുതിയ തൊഴിൽ നിയമത്തിൽ അതിന് ഇടം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധേയമായ വേറൊരു കാര്യം, യന്ത്രവൽകൃതമായിട്ടുള്ള ഉൽപ്പാദനത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടു കൂടി അത് ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നൊരു സാഹചര്യത്തിൽ മനുഷ്യർ തൊഴിലാളികൾക്ക് പകരം പല കാര്യങ്ങളും ചെയ്യുന്നൊരു ഫാക്ടറിയിൽ പലതും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സാന്നിധ്യം തന്നെ ഇനി ഇല്ലാതാകുമെന്നൊക്കെ പലരും പ്രവചിക്കുന്നൊരു കാലഘട്ടത്തിൽ എന്തിനാണ് ഈ തൊഴിൽ സമയം വർദ്ധിപ്പിക്കുന്നൊരു ആവശ്യം ഉയർന്നു വരുന്നത്? ന്യായമായിട്ടും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തൊഴിൽ സമയം കുറയ്ക്കല്ലേ വേണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ 1930-കളിൽ തന്നെ ബൂഷ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള കെയ്ൻസ് ആഴ്ചയിൽ ദിവസത്തിൽ 3 മണിക്കൂർ പണിയെന്നുള്ള അവസരത്തിൽ വലിയ താമസമില്ലാതെ ലോകം എത്തിച്ചേരുന്നതാണ് പ്രവചിച്ചത്. കാരണം ഈ പറയുന്ന ഉൽപ്പാദന ശക്തികളുടെ സാങ്കേതിക വിദ്യയുടെ വികാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. വാസ്തവത്തിൽ 90-കൾ വരെ 1990-കൾ വരെ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണമൊക്കെ വരുന്ന കാലഘട്ടം ആകുന്നത് വരെ തൊഴിൽ സമയം കുറഞ്ഞു വരുന്നൊരു കാര്യമാണ് പല സാമ്രാജ്യത്വ രാജ്യങ്ങളും കണ്ടത്. അതിനുശേഷമാണ് പിന്നെ അത് തിരിച്ച് വീണ്ടും അതിനെ വർദ്ധിപ്പിക്കുന്നതിലേക്ക് വന്നത്. അപ്പോൾ ഈ യന്ത്രവൽക്കരണവും കൃത്രിമ ബുദ്ധിയും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ മനുഷ്യ അധ്വാനത്തിൻ്റെ പങ്ക് ഇപ്പോഴും കുറവില്ലാതെ പ്രാധാന്യത്തോടെ നിൽക്കുന്നു എന്നാണ് നമ്മളത് കാണുന്നത്. അതിന് കാരണമുണ്ട്. കാരണം മുതലാളിത്ത ചൂഷണത്തിൻ്റെ അടിസ്ഥാനം മിച്ച അധ്വാനമാണ്, യന്ത്രമല്ല. യന്ത്രങ്ങളോടുകൂടി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും, തൊഴിലിൻ്റെ തീവ്രത, പണിയുടെ തീവ്രത കൂട്ടാൻ കഴിയും.
പക്ഷേ അടിസ്ഥാനപരമായിട്ടും മിച്ച അധ്വാനമാണ് മിച്ച മൂല്യമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ അധ്വാന സമയം കൂട്ടാം. തൊഴിലിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ യന്ത്രവൽക്കരണമൊക്കെ നടക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ അധ്വാന സമയവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ലാഭം അല്ലെങ്കിൽ മിച്ചമൂല്യം അത്രയും തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും, അതിലൂടെ ലാഭവും വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മാർക്സ് ചൂണ്ടിക്കാണിച്ച കാര്യം ഈ തൊഴിൽ സമയത്തിൻ്റെ മേലിൽ നടക്കുന്ന തർക്കം അത് കുറയ്ക്കാനായിട്ടുള്ള തൊഴിലാളികളും വർദ്ധിപ്പിക്കാനായിട്ട് മുതലാളിമാരും നടത്തുന്ന സമരത്തിൻ്റെ ഗുട്ടൻസ് അതിൻ്റെ കാതലായ കാര്യവും തന്നെയാണ്. അത് ഈ പറയുന്ന യന്ത്രവൽക്കരണമൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിലൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഇനി പറയേണ്ട ഒരു കാര്യം സംഘികളുടെ താലിബാൻ പ്രേമത്തെക്കുറിച്ചാണ്, ചങ്ങാത്തത്തെക്കുറിച്ച്. ഈ അടുത്തിടയ്ക്ക് ആണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി താലിബാൻ്റെ ഉപവിദേശകാര്യ മന്ത്രിയായിട്ട് നേരിട്ട് ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്, ഒരു ഔദ്യോഗിക ചർച്ച. അതിന് മുമ്പും കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പലയിടത്തും പലരും കാണുന്നുണ്ടായിരുന്നു, കണ്ടുമുട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക ആ ഒരു തലത്തിലൊരു ഔദ്യോഗിക ചർച്ച നടക്കുന്നത് ആദ്യമായിട്ടാണ്. താലിബാൻ അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് വേറൊരു കാര്യം നടന്നു. അതായത് പാകിസ്ഥാനിലുള്ള തെഹ്രീക്ക് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംഘടന, പാകിസ്ഥാനി താലിബാൻ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അവർ പാകിസ്ഥാനി പട്ടാളത്തിന് നേരെ ഒരു ആക്രമണം നടത്തി. അതിലൊരു 16 പാകിസ്ഥാനി പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അതിൻ്റെ പ്രതികാരം എന്നുള്ള നിലയ്ക്ക്, തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കടന്നു കയറുകയും ഈ തെഹ്രീക്ക് താലിബാൻ്റെ ഈ പാകിസ്ഥാൻ്റെ താവളങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ചില സ്ഥലങ്ങളിൽ ബോംബാക്രമണം നടത്തുകയും ചെയ്തു. അതങ്ങനെയുള്ള ക്യാമ്പൊന്നും ആയിരുന്നില്ല, സാധാരണ അഫ്ഗാനികൾ താമസിക്കുന്ന ഇടമായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് കാബൂളിലെ താലിബാൻ സർക്കാർ പിന്നീട് പറഞ്ഞിരിക്കുന്നത്. ശക്തമായതിനെ അപലപിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ത്യൻ ഭരണം, നമ്മുടെ മോഡി സർക്കാർ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇത് തീരെ ശരിയായില്ല പാകിസ്ഥാൻ ചെയ്തത്. അങ്ങനെ പോയിട്ട് മറ്റൊരു രാജ്യത്ത് പോയി ബോംബിടുന്ന പരിപാടി ശരിയല്ല, കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കൊല്ലുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. മുമ്പ് ഓർക്കണം, പുൽവാമയിൽ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള സംഘങ്ങൾ വന്നിട്ടാണ് ഇവിടെ ആക്രമണം നടത്തിയതെന്നുള്ളതിൻ്റെ പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയെ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ ബോംബാക്രമണം നടത്തിയിട്ടുണ്ടല്ലോ. ആ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഒപ്പിച്ചത്. ബാലക്കോട്ട് എന്ന് പറയുന്ന പ്രദേശത്ത് പോയിട്ട് ബോംബാക്രമണം നടത്തുകയും മറ്റൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം വല്ല രാജ്യത്തും പോയിട്ട് അട്ടിമറി നടത്തുന്നു, ഇന്ത്യൻ ഭരണകൂടം പോയിട്ട് ബോംബിടുന്നു, അതിൽ തെറ്റൊന്നുമില്ല. അത് പാകിസ്ഥാൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അക്രമമാകുന്നു. അപ്പോൾ ഈ സംഘികളുടെ എന്താ പറയുക, ഇരട്ടത്താപ്പാണ് നമുക്കത് മനസ്സിലാക്കി. ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങളുടെയും അതിന് അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുന്ന സംഘികളുടെയും ഇരട്ടത്താപ്പാണ് നമ്മൾ ഈ സംഭവത്തിൽ കാണുന്നത്. അപ്പോൾ പാകിസ്ഥാനും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തമ്മിലുള്ള അകൽച്ച എങ്ങനെ മുതലെടുക്കാൻ കഴിയും എന്നതാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ശ്രമം. ഇതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങളുടെ ഒരു യോഗം നടന്നു എന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദേശ പത്രങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ട് അത് തീർച്ചയായിട്ടും ഇവർ നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ അയൽ രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ കുത്തിപ്പൊക്കാനായിട്ടും അവിടെ ഉള്ള പോരാട്ടം നടത്തുന്ന ശക്തികളെ സ്വാധീനിച്ച് തങ്ങളുടെ കാര്യം നേടിയെടുക്കാനായിട്ടുള്ള നയം ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പണ്ട് ടിബറ്റിൽ ദലായ് ലാമയെ വെച്ചിട്ട് ചൈനീസ് സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള നീക്കങ്ങൾ നടത്തിയതുപോലെ, പിന്നെ ബംഗ്ലാദേശിൽ നടത്തിയതുപോലെ, ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പോലെ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ബലൂചിസ്ഥാനിലും മറ്റൊക്കെ ഇടപെട്ടും ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ താവളമുള്ള തെഹ്രീക്ക് പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തി നടത്തിയത് തന്നെയാണ് തുടർച്ചയായിട്ടൊരു തുടർച്ചയുണ്ടത്. അതിൽ ഇപ്പോൾ ഉള്ളൊരു ഇരട്ടത്താപ്പ് അതിൻ്റെ വളരെ തീവ്രമായിട്ട് മുഴച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഘികൾ ഒരു വശത്ത് താലിബാൻ്റെ സ്ത്രീ വിരുദ്ധ നയങ്ങൾ, മനുഷ്യത്വ വിരുദ്ധ നയങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിഷേധിക്കുമ്പോൾ മറുവശത്ത് പാകിസ്ഥാനെതിരെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അതിനവർ കൂട്ടു നിൽക്കുന്നു. പിന്നെ ഇതൊക്കെ അങ്ങ് മാപ്പാക്കുകയാണ്, കാണുന്നില്ല. പിന്നെ അതാ ഇരട്ടത്താപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് രണ്ടുപേരും കൂട്ടരുടെയും ഒരു ബോധത്തിൽ നിന്ന് വരുന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളവിടെ എന്ത്
മതയാഥാസ്ഥിതിക നടപ്പാക്കിയാലും പ്രശ്നമില്ല, ഞങ്ങളും അത് ഇവിടെ തന്നെ നടപ്പാക്കുന്നു, അപ്പോൾ അത് ഞങ്ങളുടെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം. അല്ലാതെ അതിൻ്റെ അപ്പുറം ഒരു മൂല്യബോധത്തെ വെച്ചിട്ടുള്ള അല്ല ഇതൊന്നും വിലയിരുത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അവസാനത്തെ വിഷയത്തിലേക്ക് നമുക്കൊരു പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു വിവാദം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്ന് വ്യായാമം ചെയ്യാൻ പാടുണ്ടോ, അത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ. അപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള ആചാരങ്ങൾ കാലോചിതമായിട്ട് എത്രയോ മാറിയിരിക്കുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് ജോലി എടുക്കുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും എന്താ പറയുക പല സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ ഇടപഴകുന്നു. അത് സ്വാഭാവികമാണ്, കാരണം സമൂഹത്തിൽ ആ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ അത് നടക്കുന്നുണ്ട്. കാരണം തൊഴിലെടുക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, കൂലിപ്പണിയെടുത്തിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും മുസ്ലിം ആയതിൻ്റെ പേരിൽ മാറി നിന്നിട്ടൊന്നുമില്ല. പർദ്ദയിട്ടിട്ടൊന്നുമല്ല കൂലിപ്പണിയെടുത്ത മൺപണിയെടുത്തുകൊണ്ടിരുന്ന പെണ്ണുങ്ങൾ, മുസ്ലിം പെണ്ണുങ്ങൾ പണിയെടുത്തുകൊണ്ടിരുന്നത്. അസാധ്യമായ കാര്യമാണ്. അപ്പോൾ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ തന്നെ അവരും വസ്ത്രധാരണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരിക്കും. കയ്യിൽ എന്താ പറയുക സ്ലീവ്സിൻ്റെ നീളം കൂടുതലും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകും, തലയിൽ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത്. ആകെപ്പാടെ മൂടിപ്പൊതിഞ്ഞിട്ടൊന്നും അല്ലല്ലോ അവർ പണിയെടുത്തുകൊണ്ടിരുന്നത്. കാരണം കൂലിപ്പണി എടുത്തിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൂലിപ്പണി എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യും. അവിടെ ആണുങ്ങളും പണിയെടുക്കുന്നുണ്ട്, പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നൊന്നും തകരാതിരുന്ന ഇസ്ലാം ഇപ്പോൾ ഇവരാരെങ്കിലും ഒന്നിച്ചിരുന്ന് വ്യായാമം ചെയ്യുമ്പോൾ തകരുന്നൊക്കെ പറയുന്നത് എന്താ ആ ഒരു വിവരക്കേടാണ്. മനസ്സിലായി? എങ്ങനെയെങ്കിലും തങ്ങളുടെ ഒരു യാഥാസ്ഥിതികമായിട്ടുള്ളൊരു പിടിമുറുക്കണം എന്നുള്ള താല്പര്യത്തിൽ നിന്ന് വരുന്നൊരു വിഷയം മാത്രമാണ്. ഇതിനു മുമ്പ് CAA പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം സ്ത്രീകൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ പെണ്ണുങ്ങളിങ്ങനെ തെരുവിൽ ഇറങ്ങാൻ പാടില്ല, മുദ്രാവാക്യം വിളിക്കാനായിട്ട് കൈ ഉയർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ്ടൊക്കെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ ഈ പണി നോക്കാനാണ് പെണ്ണുങ്ങൾ പറഞ്ഞത്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. അത് പിന്നെ മുന്നോട്ട് പോയില്ല. സ്ത്രീകൾ പ്രകടനം നടത്താനുള്ള സ്ത്രീകൾ പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ ഇരുന്നു. അതിലൊരു മാറ്റവും വന്നില്ല അതിൻ്റെ പേരിൽ. അതുതന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിവരക്കേട് ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങിക്കുന്നൊന്നുമല്ല, ഒരു തട്ടിൽ മാത്രം നിൽക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ നമ്മൾ കണ്ടത്. മേൽവസ്ത്രം ധരിക്കുന്ന ആചാരം ലംഘിക്കാൻ പാടില്ല എന്നുള്ള പ്രസ്താവന. അതുതന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് ശാസ്ത്രജ്ഞൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പമ്പര വിഡ്ഢിയായിട്ടുള്ള ചെന്നൈ IITയുടെ തലവൻ ഗോമൂത്രമാണ് എല്ലാത്തിനും പരിഹാരമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈ സാധാരണ തടവ് പുള്ളികൾ പറയുന്നൊരു കള്ളന്മാരും മറ്റൊക്കെ ആയിട്ടുള്ള സാധാരണ ക്രിമിനൽ കേസിൽ പെടുന്ന തടവ് പുള്ളികൾ പറയുന്നൊരു കാര്യമുണ്ട്. പോലീസ് ലോക്കപ്പിൽ നല്ല ഇടി കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രതിവിധിയായിട്ട് ഉടനെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മൂത്രം കുടിക്കുക എന്നുള്ളതാണ്. അത് വസ്തുതയുണ്ടോ ഇല്ലയോ എന്നറിയില്ല, അവരുടെ ഒരു ഉറച്ച വിശ്വാസമാണ്. അങ്ങനെ സ്വന്തം മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ആ മർദ്ദനത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ദോഷങ്ങൾ കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയുന്നുള്ള പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പലരും മൂത്ര ചികിത്സ നടത്തിയിരിക്കുന്നത് മൊറാർജി ദേശായിയുടെ കാര്യം നമുക്കറിയാം. മനുഷ്യൻ്റെ മൂത്രം കുടിച്ചാൽ പല അസുഖങ്ങളും മാറുന്നായിരുന്നു അങ്ങനെ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ശാസ്ത്രീയമായിട്ട് അടിത്തറയുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണം വല്ലതും നടത്തിയിട്ടുണ്ടോ? ഒരു അന്വേഷണവും ഇല്ല. ഇനി ഗോമൂത്രത്തിന് മാത്രമാണോ ഈ സവിശേഷ ഗുണമെന്ന് പറയുന്നത്? കുതിരയുടെ മൂത്രത്തിന് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ മൂത്രത്തിനുണ്ടാവില്ല, മറ്റു മൃഗങ്ങളുടെ മൂത്രത്തിനുണ്ടാവില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റു പല ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൂത്രത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ചില ഗുണങ്ങൾ, അതായത് ഇൻഫെക്ഷൻ തടയാനായിട്ടുള്ള ചില സവിശേഷ ശേഷി അതിനുണ്ടെന്ന് പറയുമ്പോൾ അല്ലാത്ത വേറെ ദോഷങ്ങളും ഉണ്ട് അതിൽ. അപ്പോൾ ഇതൊന്നും കാണാതെ ഒരു ശാസ്ത്രജ്ഞനെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ അത് മറ്റൊരു വിവരക്കേട്. അപ്പോൾ ഇങ്ങനെ കുറേ വിവരക്കേടുകളും നടക്കുന്ന ഏത് കാലത്താണെന്നും കൂടെ ഓർക്കണം. 21-ാം നൂറ്റാണ്ടാണത്. അത് മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിൽ പെൺകുട്ടികളൊക്കെ ധാരാളം പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന ജോലി കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ വലിയ തോതിൽ, ഇപ്പോൾ അടുത്തിടയ്ക്ക് പത്രത്തിൽ വന്നൊരു വാർത്ത പ്രകാരം ദുബായിൽ UAE സർവകലാശാല വിദ്യാർത്ഥികളിൽ 41% പെൺകുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലുള്ള വിവരക്കേടുകൾ ഓരോരുത്തരും എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു സമൂഹവും ചെയ്യേണ്ടത്. അത് ഈ
കാലഘട്ടത്തിൽ ഇന്നും നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിൻ്റെ പേരിൽ എവിടെയും ആരും വ്യായാമം നിർത്താനും പോകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആരും മൂത്രം കുടിക്കാനും പോകുന്നില്ല. അപ്പോൾ ലോകം അതിൻ്റെ വഴിക്ക് മുമ്പോട്ട് പോകും. ഇതുപോലെയുള്ള വിവരക്കേട് പറയുന്ന ആൾക്കാർ ആ വഴിക്ക് അവരുടെ വഴിക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യും. ഇതാണ് നമ്മൾ ആ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശാസ്ത്രബോധം പരമാവധി എങ്ങനെ വികസിപ്പിക്കാൻ കഴിയും, ബോധപൂർവം തന്നെ ആ ശാസ്ത്രീയ സത്യങ്ങൾ പരമാവധി പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രബോധം വികസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഇടപെടൽ, അതാണ് ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയുമാണെന്ന് പറയാനുള്ളത്. കുറച്ച് നീണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഫലസ്തീൻ വിഷയം വിശദമായി സംസാരിക്കേണ്ടി വന്നിരുന്നതുകൊണ്ട്, പക്ഷെ അത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യം.